ഹലോ മകളെ, സെക്കൻഡ് ടൈം എക്സാമിന്റെ പോർഷൻസിലോട്ട് വരുമ്പോൾ വളരെ നമുക്ക് ശ്രദ്ധാപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ് ലാബ് എക്സാമിന്റെ ചാപ്റ്റേഴ്സ്. നമുക്ക് ലാബ് എക്സാമിന്റെ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്, അറേസ്, ഫംഗ്ഷൻസ്. ഇത് നമുക്ക് C++ പ്രോഗ്രാമിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിനകത്തുള്ള 10 പ്രോഗ്രാംസുകൾ ലാബ് എക്സാമിന് വരുന്നുണ്ട്. പിന്നെ അടുത്ത 2 ചാപ്റ്റേഴ്സുകളാണ് വെബ് ടെക്നോളജിയും വെബ് ഡിസൈനിങ് യൂസിങ് HTML. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വെബ് പേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അപ്പൊ അതിന്റെ കുറെ കോഡിങ്ങും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ചാപ്റ്റർ ആണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ചാപ്റ്റർ. അതായത് ഇത് പലപ്പോഴും സ്കൂളുകളിൽ വെക്കാറില്ല ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലിന്, പക്ഷെ എങ്കിലും അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഒരു ചാപ്റ്റർ വരുന്നതാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറഞ്ഞു. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് ലാംഗ്വേജ് ആണ്. അപ്പൊ ഡേറ്റാബേസ് നമുക്ക് ഡേറ്റാബേസിലുള്ള ഡേറ്റാസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കുറെ ക്വറീസ് പഠിക്കുന്ന ലാംഗ്വേജ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ അത് വിശദമായിട്ടാണ് ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളാണ് നമുക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന് തിയറട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദെൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തിയറട്ടിക്കൽ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ലൈവുകളെല്ലാം ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട്. ദെൻ ഇനി പഠിക്കേണ്ട പ്രാക്ടിക്കൽ സെക്ഷൻസുകളാണ്. പ്രാക്ടിക്കൽ സെക്ഷൻസിന്റെ വീഡിയോസുകളെല്ലാം നമ്മുടെ പെയ്ഡ് സെക്ഷൻസിലാണെങ്കിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാ മക്കളും അത് നോക്കി സെറ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.